പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ലയിലെ ഈ ശ്രീവല്ലഭ മഹാക്ഷേത്രം. ക്രിസ്തുകാലത്തിന് വളരെ മുമ്പ് നിർമ്മിച്ചു എന്ന വിലയിരുത്തപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും വലിയ ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. ശ്രീവല്ലഭൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, വരാഹമൂർത്തി, വടക്കും ദേവർ, വേദവ്യാസൻ, ദുർവാസാവ് എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. കേരളത്തിൻ്റെ തനതു കലാരൂപമായ കഥകളി ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. നിത്യവും കഥകളി നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിനുണ്ട്. കുംഭമാസത്തിലെ പൂയം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റ ഉത്സവം, മീനമാസത്തിലെ ഉത്രം നാളിൽ നടക്കുന്ന ഉത്രശീവേലി, ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, മേടമാസത്തിലെ വിഷു തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഏകദേശം 8 ഏക്കറിലധികം വിസ്തീർണമുണ്ട് ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ മതിലകത്തിന്. ചെങ്കല്ലിൽ തീർത്ത 12 അടി ഉയരവും 4 അടി വണ്ണവും 562 അടി നീളവുമുള്ള ഭീമാകാരമായ മതിൽ ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി പണിതിരിക്കുന്നു. 4 ഭാഗത്തും ഗോപുരങ്ങളുള്ള ഈ ക്ഷേത്രത്തിൽ വടക്കേ ഗോപുരം വർഷത്തിലൊരിക്കൽ ഉത്രശീവേലി നാളിൽ മാത്രമേ തുറക്കാറുള്ളൂ. നിരവധി മരങ്ങളും പൂക്കളും ഭക്തർക്ക് തണലേകിയും ദൃശ്യവിരുന്ന് സമ്മാനിച്ചും മതിലകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കെടുക്കുന്നതും ഇവിടുത്തെ പൂക്കളാണ്. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയാണ് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാട്. കഥകളിയുടെ ഉത്ഭവകാലം തൊട്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി നടത്തിവരുന്നു. വർഷത്തിലെ എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ മണ്ഡപത്തിലാണ് കഥകളി നടത്തിവരുന്നത്. തുകലാസുരവധം, ശ്രീവല്ലഭ ചരിതം, ശ്രീവല്ലഭ വിജയം തുടങ്ങിയവയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ആട്ടക്കഥകൾ. ക്ഷേത്രത്തോടനുബന്ധിച്ച് കഥകളി വിദ്യാപീഠവുമുണ്ട്. 1968 വരെ ക്ഷേത്രത്തിൽ ധനുമാസത്തിൽ തിരുവാതിര നാളിലും മേടമാസത്തിലെ വിഷുനാളിലും മാത്രമേ സ്ത്രീകളെ അനുവദിച്ചിരുന്നുള്ളൂ. ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ശ്രീവല്ലഭ ക്ഷേത്രം.